വയനാട് മാനന്തവാടി കല്ലോടിയിൽ സെന്റ് ജോർജ് പള്ളിക്ക് ഭൂമി നൽകിയത് റദ്ദാക്കി ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. 2015-ൽ UDF സർക്കാരാണ് ഏക്കറിന് 100 രൂപയ്ക്ക് 5.5358 ഹെക്ടർ ഭൂമി പള്ളിക്ക് കൊടുത്തത്. 2015-ലെ കണക്ക് പ്രകാരം 3 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഭൂമിയാണ് 1300 രൂപയ്ക്ക് കൈമാറിയത്. പള്ളിക്ക് ഭൂമി ദാനം ചെയ്തത് ചോദ്യം ചെയ്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് കോടതിയെ സമീപിച്ചത്. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഈ കേസിന്റെ പശ്ചാത്തലമാണ് ഇപ്പോൾ പറഞ്ഞത്. കോടതി ഇടപെടൽ ഏത് സാഹചര്യത്തിലാണ്? രതീഷ്, ഇത് സംസ്ഥാനത്ത് 2015-ൽ നടന്ന ഒരു ഭൂമിദാനമാണ്. അതിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഇടപെടൽ വന്നിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദിവാസികളടക്കം ഭൂമിക്ക് വേണ്ടി, അവർക്കൊരു വീട് വയ്ക്കാൻ 5 സെന്റ് ഭൂമിക്ക് വേണ്ടി സർക്കാരിന് മുന്നിൽ കാത്തു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭൂമിദാനങ്ങളൊക്കെ നടക്കുന്നത് എന്ന വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നതാണ്. മുഖ്യമന്ത്രി അടുത്ത ദിവസം ആദിവാസികളുടെ അടക്കം പ്രശ്നങ്ങൾ കേൾക്കാൻ അവരുമായി മുഖാമുഖത്തിന് തയ്യാറെടുക്കുകയാണ്. അപ്പോഴാണ് ആദിവാസി ഭൂപ്രശ്നം, ഈ പള്ളിയുടെ ഭൂമി പട്ടയം റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി വീണ്ടും ഉയർത്തിവിട്ടിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. കോടതി ഇപ്പോൾ ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വെറും 100 രൂപയ്ക്ക് 1 ഏക്കർ ഭൂമി ദാനം ചെയ്യുകയാണ് ഉണ്ടായത്. മൊത്തം 12 ഏക്കറിലധികം ഭൂമിയാണ് ഈ പള്ളിയുടെ കൈവശമുണ്ടായിരുന്നത്. അത് ഏതാണ്ട് 1300 രൂപയ്ക്ക് അവർക്ക് കൈമാറുകയാണ് ഉണ്ടായത്. 2015-ലെ കണക്ക് പ്രകാരം 3 കോടിയിലേറെ രൂപ വിലമതിക്കുന്ന ഭൂമിയെന്ന് സർക്കാർ തന്നെ കണക്കാക്കിയിരിക്കുന്നു. ഇപ്പോൾ പള്ളിക്ക് ഈ ഭൂമി അനുവദിച്ചുകൊണ്ടുള്ള പട്ടയം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അടിയന്തരമായി ഈ ഭൂമിയുടെ മാർക്കറ്റ് വാല്യൂ കണ്ടെത്തുക എന്നതാണ്. ഈ പള്ളി മാർക്കറ്റ് വിലയ്ക്ക് ഈ ഭൂമി എടുക്കാൻ തയ്യാറാണ് എങ്കിൽ അവർക്ക് കൈമാറാം. അതോടൊപ്പം തന്നെ അവർ അതിൽ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും കൈമാറാമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു. ആ മാർക്കറ്റ് വിലയ്ക്ക് ഈ ഭൂമി നൽകാൻ, ഭൂമി വാങ്ങാൻ അവർ തയ്യാറല്ല എങ്കിൽ ആ ഭൂമി തിരിച്ചെടുക്കൂ എന്നതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന് കൃത്യമായ ഒരു സമയപരിധി കൂടി കോടതി നൽകിയിരിക്കുന്നു. 1 മാസത്തെ സമയപരിധിയാണ് കോടതി ഇക്കാര്യത്തിൽ അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ നടപടി ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. 1 മാസ സമയം, മാർക്കറ്റ് വില നൽകിയാൽ പള്ളിക്ക് ഭൂമി എടുക്കാം. 2015-ലെ UDF സർക്കാരിന്റെ തീരുമാനമാണ് ഇപ്പോൾ കോടതി ചോദ്യം ചെയ്യുന്നത്. ബിനിലാണ് ആ വിവരങ്ങൾ നൽകിയത്.